വാട്സ്ആപ്പ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബൈക്കിന് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. പണി കിട്ടിയെന്ന് വെച്ചാൽ ഞാനൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതാണ്, ജസ്റ്റ് ഒരു വിസിറ്റിന് പോയതാണ്. പക്ഷേ അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺക്രീറ്റ് റോഡൊന്നുമല്ല, അപ്പം കോൺക്രീറ്റോ ടാറോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഈ മഴയെല്ലാം പെയ്ത് ആകെ ചളകുളമായിട്ട് കുഴിയും ഒക്കെ ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ആ കിട്ടിയ ഒരു അവസരത്തിൽ ഞാനൊരു ഓഫ് റോഡ് കളിച്ചാണ്, ചാടിക്കുത്തി അവിടെ വീണ് വണ്ടി കറങ്ങിപ്പോയി. പോയ സമയത്ത് എൻ്റെയും കുറച്ച് പെയിൻറ്റ് പോയി, ബൈക്കിൻ്റെ കുറച്ച് പെയിൻറ്റ് പോയി. നമ്മൾ ബൈക്കിൽ ചെയ്തിരുന്ന കസ്റ്റം സ്റ്റിക്കറോ അതൊക്കെ ഡാമേജ് ആയി. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അതെല്ലാം ഒന്ന് ഫിക്സ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഞാനത് ഫിക്സ് ചെയ്തത് എന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാനാണ് ഈ വീഡിയോ. ഫെയറിങ്ങിന് ഡാമേജ് ചെറുതായിട്ട് വന്നിട്ടുണ്ട്, പെയിൻറ്റ് പോയിട്ടുണ്ട്, പൊട്ടലുണ്ട്, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്രാഷ് ഗാർഡ് ആണെങ്കിൽ ഞാൻ ഈയിടെ അങ്ങോട്ട് പെയിന്റ് ചെയ്തതേ ഉണ്ടായിരുന്നുള്ളൂ, അതും തീരുമാനമായിട്ടുണ്ട്. സാൻഡൊക്കെ ചെയ്ത് ഒന്ന് റെഡിയാക്കണം. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എഞ്ചിനേലാണ്. എഞ്ചിനേല് നമ്മുടെ ഈ ആക്സിഡന്റിൽ പറ്റിയതൊന്നും അല്ല, എഞ്ചിനേൽ ഇങ്ങനെ ഈ പെയിന്റ് ഫ്ലേക്സ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അത് എന്താണെന്ന് എനിക്കും അറിയത്തില്ല. ചിലവർ പറയുന്നത് ഓവർ ഹീറ്റ് ആകുന്നതുകൊണ്ടാണ്, ചിലവർ പറയുന്നത് നമ്മൾ ഓടിച്ച് കുറച്ച് കിലോമീറ്റർ ഓടിച്ച് ചെന്നിട്ട് നമ്മൾ വാഷ് ചെയ്യുന്നതുകൊണ്ടാണെന്ന് പറയുന്നു. പിന്നെ പെയിന്റ് ക്വാളിറ്റിയുടെ ഇഷ്യൂവും പറയുന്നുണ്ട്. 2021 ഇറങ്ങിയ വണ്ടിക്ക് എഞ്ചിനേന്ന് ഇങ്ങനെ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്, അറിയത്തില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ഓരോരുത്തരൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ശരി, അപ്പോൾ അതും ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാന്ന് വെച്ചു. അപ്പോൾ ഇതിനെല്ലാം ഉള്ളൊരു കുറച്ച് പെയിന്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് പോയി മേടിച്ച് അതെല്ലാം ഒന്ന് റെഡിയാക്കുന്നതാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. ഡാമേജസ് എല്ലാം ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒന്ന് നല്ലപോലെ വാഷ് ചെയ്യണം. ആ ഫെയറിങ് എല്ലാം ഊരി എടുത്തിട്ട്, കാരണം ചെളിയൊക്കെ അടിച്ചിരിപ്പുണ്ട്. എന്നിട്ട് വേണം അതൊന്ന് പ്രപ്പ് ചെയ്ത് ആകെ കൂടെ ഒന്ന് സാൻഡൊക്കെ ചെയ്ത് റെഡി ആക്കിയിട്ട് പിന്നെ പെയിന്റിങ്ങിന്റെ ഇത് തുടങ്ങാൻ വേണ്ടി. നിങ്ങൾ കാണുന്ന ഈ സമയം എന്ന് പറയുന്നത് ഞാനിതെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് ഞാനത് ഫിക്സ് ചെയ്തത് എന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാനാണ് ഈ വീഡിയോ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പോയി മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എഞ്ചിനുള്ള പെയിന്റ്, നമ്മുടെ ഫെയറിങ്ങിനുള്ള പെയിന്റ്, പിന്നെ ക്രാഷ് ഗാർഡിനുള്ള സ്പ്രേ പെയിന്റ്, ഇത്രയാണ് മേടിച്ചത്. മറ്റേ നമുക്ക് മിക്സ് ചെയ്തെടുക്കണമെന്ന് ഈ ബോഡിക്കുള്ള പെയിന്റ് എല്ലാം കൂടെ. അത് ശരിക്കും സ്പ്രേ പെയിന്റ് തന്നെയാണ്, പക്ഷെ ഞാൻ ഈ സ്പ്രേ ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ നല്ല ചിലവുള്ള ഏർപ്പാടാണ്. അപ്പം നമ്മൾ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, DIY സ്റ്റഫാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എങ്ങനെയാ അത് ചെയ്ത് കംപ്ലീറ്റ് ആക്കാം, നീറ്റ് ആക്കാമെന്നാണ് നോക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ സ്റ്റിക്കറും കാര്യങ്ങളും ഒക്കെ ഓൾറെഡി ഉണ്ട്, സ്റ്റിക്കർ ഷീറ്റും കാര്യങ്ങളും എല്ലാം. അപ്പോൾ അതുകൊണ്ട് അത് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ നേരത്തെ ഡിസൈനിൽ നിന്ന് മാറി അത് ഓപ്പോസിറ്റ് കളർ തീമിൽ ആക്കാനുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ വീഡിയോയിൽ മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും അത് ബാക്കിയുള്ളവർക്കും കൂടെ ചിലപ്പോൾ എന്തെങ്കിലും അതിൻ്റെ അകത്ത് ഒരു പർട്ടിക്കുലർ ടിപ്സ് മതിയായിരിക്കും ബാക്കിയുള്ളവർക്ക് ഒരു ഹെൽപ്ഫുൾ ആകാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഹെൽപ്ഫുൾ ആകണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബെല്ലൈക്കണൊക്കെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് ഹെൽപ്പ് ചെയ്തേക്കുക. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. I feel nauseous, believe me. Never had a lot of shit come easy. Had to work hard, struggle just to be me. Had to rise up just so they could see me. Did what I had to do just to feed me. And what was left over I put towards my dreaming. But the only thing in life that has meaning are the things you gotta work for, believe me. Take into your hands a plan, your own hands can land your own brand. And damn, I feel like no one takes accountability. They want the credibility, convincingly unwilling to put in the fucking hours it takes to get some power. Don't be fucking sour, take a cold shower, scream until you're louder, work until you're prouder. And fuck all the doubters, they're just fucking downers. I swear to God they all let me down. I always fought just to wear the crown. I'm pissed off at these fucking clowns who were all taught they deserve an ounce. It's only worth it if you work for it. It's only worth it if you work for it. I won't stop till they hear me now. പരിപാടി എന്ന് പറയുന്നത് ഇത് ഒരച്ച് ശരിയാക്കണം, ഒരച്ചത് നിരപ്പാക്കണം. അപ്പോൾ ഞാൻ കുറച്ച് സാൻഡ് പേപ്പർ എടുത്തിട്ടുണ്ട്, അപ്പോൾ അതിട്ട് ഒരച്ചത് റെഡിയാക്കാം.
ഈ ഗൈസ് അപ്പം അടുത്ത ദിവസമായി അപ്പം എല്ലാം വണ്ടിയെല്ലാം ഉണങ്ങിയിരിപ്പുണ്ട്. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ എൻജിൻ കേസ് ടച്ച് ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് കണ്ടാലോ വേഗം കാണിക്കാം. അപ്പോൾ എൻജിൻ കേസ് എല്ലാം നല്ലപോലെ ഉണങ്ങി ഇരിപ്പുണ്ട്. ഇനി അത് ഇവിടെ എല്ലാം ഞാൻ സാൻഡ് ചെയ്ത് കേട്ടോ. കുറച്ചൊക്കെ പെർഫെക്ഷൻ വരുത്താനുണ്ട്, എന്നാലും ഞാൻ സാൻഡ് ചെയ്തു. ഈ ഓറഞ്ച് ആയിരുന്നു ഇതിൻ്റെ നേരത്തെ കളർ ഇത് മേടിച്ചപ്പോൾ. അപ്പം നമ്മളിനി ആ പെയിൻ്റ് എടുത്ത് ഇവിടെയൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കാൻ പോവാണ്. എങ്ങനെ ആവുമെന്നൊന്നും അറിയത്തില്ല. ഏകദേശം ഉദ്ദേശം ഞാൻ ഇതിലെ കുറച്ച് കുറച്ച് ഫ്ലൈക്ക് പോലെ കിട്ടിയത് എടുത്താണ് ഞാനവിടെ കൊണ്ടുപോയതല്ല, വേറെ എൻജിൻ കേസായിട്ട് നമുക്ക് ഊരാൻ പറ്റൂലല്ലോ. അപ്പോൾ അത് വെച്ചാണ് പെയിൻറ്റ് മാച്ച് ചെയ്തിരിക്കുന്നത്. I won't stop till I wear the crown. I'm just telling you to fight for your dreams, but it's not what it seems. Man, it's hard to be seen when everybody wants to be king. Yeah, they all wanna ring. എഞ്ചിൻ്റെ പെയിൻ്റ് അടിച്ചു കേട്ടോ. ഇത് അത്ര മാച്ചിങ് അല്ലെങ്കിലും എന്നാലും പക്ഷേ വേറൊരു പ്രശ്നം ഉണ്ടായി. നമ്മൾ എഞ്ചിന് വേണ്ടി മേടിച്ച പെയിൻറ്റ് അത് ശരിയായില്ല, അത് ഭയങ്കര ഡാർക്കാണ്. ഇത് പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു സിൽവറയിലുമാണ്. ഇവിടെ ആയിട്ടൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ പ്രശ്നമില്ലാതെ ഇരിക്കുന്നത്, പക്ഷേ എന്നാലും നമുക്കറിയാം ഇവിടെ ടച്ച് ചെയ്തിട്ടുള്ള കാര്യം. പക്ഷേ എന്തായാലും നമ്മൾ ഈ ബോഡിക്ക് മേടിച്ച സിൽവർ വെച്ചാണ് ഇതിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പം ഇത്രയും പണിയാണ് ഇപ്പം ചെയ്തത്. അപ്പോൾ ഇനി നമുക്കിനി ഈ ക്രാഷ് ഗാർഡും കൂടെ പെയിൻറ്റ് ചെയ്യാം. I wanna be free, so show me what you got, what you bring, how you fight in the ring, how you take a fucking swing. Do you got heart, are you mean, got some scars, got some needs, are you willing to go bleed? I swear to God they all let me down, I always fought just to wear the crown. I'm pissed off at these fucking clowns who were all taught they deserve an ounce. It's only worth it if you work for it, it's only worth it if you work for it. I won't stop till they hear me now, I won't stop till I wear the crown. I swear to God they all let me down, I always fought just to wear the crown. I'm pissed off at these fucking clowns who are all taught they deserve an ounce. It's only worth it if you work for it, it's only worth it if you work for it. I won't stop till they hear me now, I won't stop till I wear the crown. I feel nauseous, believe me. Never had a lot of shit come easy. Had to work hard, struggle just to be me. Had to rise up just so they could see me. Did what I had to do just to feed me, and what was left over I put towards my dreaming. But the only thing in life that has meaning are the things you gotta work for, believe me. Take into your hands a plan, your own hands can land your own brand. And damn, I feel like no one takes accountability. They want the credibility, convincingly unwilling to put in the fucking hours it takes to get some power. Don't be fucking sour, take a cold shower, scream until you're louder, work until you're prouder. And fuck all the doubters, they're just fucking downers. I swear to God they all let me down, I always fought just to wear the crown. I'm pissed off at these fucking clowns who were all taught they deserve an ounce. It's only worth it if you work for it, it's only worth it if you work for it. I won't stop till they hear me now, I won't stop till I wear the crown. I'm just telling you to fight for your dreams, but it's not what it seems. Man, it's hard to be seen
When everybody wants to be king, yeah, they all wanna ring, yeah, we all wanna be free. So show me what you got, what you bring, how you fight in the ring, how you take a fucking swing. Do you got heart, are you mean, got some scars, got some needs, are you willing to go bleed? I swear to God they all let me down, I always fought just to wear the crown. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കണ്ടു കാണുമല്ലോ, നമ്മൾ ഗ്രാഫിക്സ് എല്ലാം ചെയ്ത് പെയിൻറ് വർക്കും ചെയ്തു, അതെല്ലാം ചെയ്തു. പിന്നെ ഞാൻ ഇതൊന്നും പറയുന്നില്ല, ഇതൊന്നും പക്ക പെർഫെക്റ്റ് ആണ്. നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യുക എന്നുള്ള ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അല്ലാതെ നമ്മൾ പ്രൊഫഷണലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പിന്നെ നമ്മൾ നല്ല പൈസയൊക്കെ മുടക്കി നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ഒരു തൃപ്തിക്ക് വേണ്ടി നമ്മുടെ ബഡ്ജറ്റിലും നമ്മുടെ രീതിയിലൊക്കെ ഒതുങ്ങണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇത് തന്നെ ഫോളോ ചെയ്ത് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാം. അല്ലാത്തവർക്ക് നമുക്ക് എക്സ്പെൻസീവ് ആയിട്ട് എങ്ങനെയാണോ ആ രീതിയിലും ചെയ്യാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ് അതെല്ലാം ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ പരിപാടികളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഓക്കെയാണ്, അതല്ല. പക്ഷേ എൻ്റെയും കൂടെ അഭിപ്രായങ്ങൾ ഈ കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തുക. എങ്ങനെയുണ്ട് വർക്കാണെങ്കിലും, കുഴപ്പമുണ്ടോ അതോ തീരെ മോശമായോ എന്നൊക്കെ ഉള്ളതൊക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ. ഒരു പ്രശ്നവും ഇല്ല, നോ വെറീസ്. ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട എപ്പോഴും പറയുന്ന പോലെ please do like, comment and share and subscribe to my channel. This is me, Hellcat Rider, signing off. Bye guys.